പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്നും പതിവായിട്ട് നയനയാണ് രാവിലെ എല്ലാവർക്കുമുള്ള ചായയായിട്ടൊക്കെ വരാറുള്ളത്. പക്ഷേ പതിവുകളൊക്കെ തെറ്റിച്ചിട്ട് നയന ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേവയാനി വൈകി എണീറ്റ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല ഇന്ന് നയനമോളെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ജയനോടും പറയുന്നുണ്ട്, ജയേട്ട ഇന്ന് നയനമോളെ കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ ഉണർത്തിയിട്ട് നമുക്കുള്ള കോഫിയുമായിട്ട് അവളാണല്ലോ വരാറുള്ളത്. ഇന്ന് എന്തു പറ്റി, ഇനി അവരെങ്ങാനും അമ്പലത്തിലേക്ക് പോയോ? പക്ഷേ എങ്കിലും നമുക്കുള്ള ചായയുമായിട്ട് വന്നിട്ടേ അവർ പോവാറുള്ളല്ലോ, പറഞ്ഞിട്ടാണല്ലോ പോവാറുള്ളത്. എന്തേ പറ്റി, ഇനി മോൾക്ക് എന്തെങ്കിലും വൈകായിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, എന്തായാലും താനൊന്ന് പോയി നോക്ക്, എന്താണ് നയനെ ഇങ്ങോട്ട് കാണാത്തത് എന്നുള്ളത് അറിയണമല്ലോ, ഞാനും വരാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് നയനയുടെ അടുത്തേക്ക് ദേവയാനി പോകുന്നുണ്ട്. ആദ്യം കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ മുറിയിലോട്ട് പോയി നോക്കുകയാണ്. ആ സമയത്ത് നയന ബെഡിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ആദർശ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാ ആദർശ്, നയനയ്ക്ക് എന്ത് പറ്റി? നയന ഇതുവരെ എണീറ്റിട്ടുണ്ടായിരുന്നില്ലല്ലോ, എന്നും അതിരാവിലെ എഴുന്നേറ്റ് കിച്ചണിലൊക്കെ കയറുന്നതാണല്ലോ, മോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് വയ്യ, എന്തോ തലകറക്കം പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കോഫിയൊക്കെ ഇട്ട് കൊടുത്തു, അത് കുടിച്ച് കിടക്കുകയാണ്, പക്ഷേ അല്പം ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിലും നേരാവണ്ണത്തിനൊന്നും ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, ഓരോ ജോലിയെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ, കരൾ തന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണല്ലോ, ഇനി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കോഫി കുടിച്ചതൊക്കെ ഛർദ്ദിച്ചു, ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിക്കാൻ വരികയായിരുന്നു, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവയാനി പറയണം, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം, പിന്നെ മോൾക്ക് ക്ഷീണവും ഛർദിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, എന്തായാലും ആ ഒരു ആഗ്രഹം പോലെ തന്നെ ആവട്ടെ, സംശയം പോലെ തന്നെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ നയന ആകെ ക്ഷീണിച്ച് അവശ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഗൈനക്കോളജിക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഗൈനക്കോളജി ദേവയാനിയോട് വന്ന് പറയുന്നുണ്ട്, എന്തായാലും നല്ല ക്ഷീണമുണ്ട്, അല്പം കൂടി നേരം വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് കയറ്റേണ്ട, ഇവിടെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായിരുന്നു, എന്താ വൈകിയത് കൊണ്ടുവരാമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മോളെന്നും അതിരാവിലെ ചായയുമായിട്ടൊക്കെ വരാറുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പതിവ് പോലെ കണ്ടില്ല, ആ സമയത്താണ് തലവേദനയാണ്, തലകറക്കാണ് എന്നൊക്കെ പറഞ്ഞ് കിടന്നത്, എന്താ അസുഖമുണ്ടെങ്കിലും പറയാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഏതായാലും എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനിക്കൊന്ന് ടെൻഷനുണ്ട്, അതെന്താ ഡോക്ടറെ അങ്ങനെ പറയുന്നത്, എന്തായാലും പറയാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഞെട്ടുന്നത് സന്തോഷം കൊണ്ടാണ്, അല്ലാതെ സങ്കടം കൊണ്ടല്ല, എന്തായാലും ദേവയാനി ഒരു മുത്തശ്ശിയാവാൻ പോവുകയാണ്, സന്തോഷ വാർത്തയാണ് ഉള്ളത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാതായി, അവൾ തുള്ളിച്ചാടുകയാണ് ദേവയാനി. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ആണോ, സത്യമാണോ, ഞാനിത് വിശ്വസിച്ചോട്ടെ, ഞങ്ങളൊക്കെ വളരെയധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്തായാലും ഇപ്പോൾ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ ആദർശിൻ്റെ മുഖത്ത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ആദർശം വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ നയന കാണിച്ചതിന് ശേഷമൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഒരു നാണത്തോടു കൂടിയാണ് നയന ദേവയാനിയുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആഹാ പണി പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയെ വളരെയധികം സന്തോഷത്തോടു കൂടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം പറയുന്നുണ്ട്, ദേവയാനി പറയുന്നുണ്ട്, ഇതേതായാലും വളരെയധികം സന്തോഷമാകുന്നത് നമ്മളെക്കാളും മുത്തശ്ശനും മുത്തശ്ശിക്കാണ്, അവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിക്കും സർപ്രൈസ് ആയിരിക്കും, നമുക്ക് ഫോൺ ചെയ്ത് പറയണ്ട, നേരിട്ട് തന്നെ പറയാം, കണ്ടിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അനന്തപുരിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഈ വാർത്ത, നയന ഗർഭിണിയാണ്, അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അനന്തപുരിയിൽ മുത്തശ്ശിയെയും ഒക്കെ അറിയിക്കുകയാണ്. അവർ സന്തോഷം കൊണ്ട് ഇത് ഒരു ആഘോഷം തന്നെ ആക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ജലജയ്ക്കും ജാനകിക്കും ഇത് കേട്ടിട്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇനിയിപ്പം കാണേണ്ടത് തന്നെയായിരിക്കും, ഗർഭിണിയും കൂടെ ആയും കൂടെ ചെയ്താൽ നിലത്തും വെക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവർ കുശുമ്പോടുകൂടി പറയുക.